നിങ്ങൾക്ക് എല്ലാവർക്കും മിസാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഞാൻ ശോഭിത. ഇന്ന് നമ്മൾ തലശ്ശേരി ബീഫ് ദം ബിരിയാണി ഉണ്ടാക്കുന്നത്. ഇതിനു മുമ്പ് നമ്മൾ ക്വിക്ക് ബീഫ് ബിരിയാണിയും പിന്നെ ഫ്രൈഡ് ബീഫ് ദം ബിരിയാണി ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് രണ്ടും പോലെ തന്നെ നല്ല ടേസ്റ്റി ബിരിയാണിയാണ് കേട്ടോ ഇതും. അപ്പോൾ തീർച്ചയായും ഇതും നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യണേ. അപ്പോൾ ബിരിയാണി ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഏകദേശം 1.5 കിലോയോളം ബീഫ് എടുത്തിട്ടുണ്ട്. കുറച്ച് വലിയ പീസസ് ആയിട്ടാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. പിന്നെ എല്ലുള്ള കഷ്ണങ്ങളാണ് കൂടുതലും ഇതിനകത്തുള്ളത്. നമുക്ക് എങ്ങനെ വേണമെങ്കിലും എടുക്കാം. എല്ലുള്ള പീസാണെങ്കിൽ കുറച്ചും കൂടി ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ബീഫെല്ലാം നന്നായിട്ട് കഴുകി വെള്ളമൊക്കെ നന്നായിട്ട് ഡ്രെയിൻ ചെയ്തിട്ട് ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിനകത്തേക്ക് ഒരു 3/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 3/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൈകൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരു 1.5 ടേബിൾ സ്പൂൺ വെള്ളം ഒന്ന് കുടഞ്ഞിട്ട് നന്നായിട്ട് ഒന്നും കൂടെ മിക്സ് ചെയ്തിട്ട് നമുക്കിതൊന്ന് വേവിക്കാൻ വയ്ക്കാം. അപ്പം വെള്ളം കുടഞ്ഞു കൊടുക്കുമ്പം ഒട്ടും കൂടിപ്പോകരുത് കേട്ടോ. വെന്തതിന് ശേഷം അല്പം വെള്ളം ഇതിനകത്ത് ഉണ്ടാകും, അത് നമുക്ക് ആവശ്യമുണ്ട്. അപ്പോൾ ഓരോ കുക്കർ അനുസരിച്ചും ഇറച്ചിയുടെ വേവൊക്കെ അനുസരിച്ച് ടൈമിലൊക്കെ വ്യത്യാസം വരും കേട്ടോ. അപ്പോൾ ഞാൻ ഇതിനകത്ത് ഹൈ ഫ്ലെയിമിൽ ഒരു വിസിൽ വന്നതിന് ശേഷം 8 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഇത് വേവിച്ചെടുത്തത്. ഇറച്ചി വേകുന്ന സമയത്ത് നമുക്ക് ബിരിയാണിക്ക് വേണ്ടിയുള്ള മസാല തയ്യാറാക്കണം. അപ്പോൾ ഒരു പോട്ട് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് 4-5 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്ക് ആദ്യം അണ്ടിപ്പരിപ്പും കിസ്മിസും ഒന്ന് ഫ്രൈ ചെയ്ത് മാറ്റണം. അപ്പോൾ അണ്ടിപ്പരിപ്പ് ഇട്ട് ജസ്റ്റ് ഒന്ന് കളർ മാറി വരുമ്പം കുറച്ച് കിസ്മിസും കൂടി ഇട്ടിട്ട് കിസ്മിസ് വീർത്ത് വരുമ്പം രണ്ടും നമുക്ക് കോരി മാറ്റാം. കിസ്മിസ് അധികം നേരം ഇട്ട് ഫ്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ കരിഞ്ഞു പോകും. ഇതാ ഇപ്പോൾ കിസ്മിസ് എല്ലാം വീർത്ത് വന്നിട്ടുണ്ട്. ഇനി രണ്ടും കോരി ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി ആ സെയിം ഓയിലിൽ കുറച്ച് സവാള ഇട്ടൊന്ന് ഫ്രൈ ചെയ്ത് മാറ്റണം. ഇപ്പോൾ 2 മീഡിയം സൈസ് സവാള നല്ല തിന്നായിട്ട് അരിഞ്ഞതാണ്, അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഹൈ ഫ്ലെയിമിൽ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കിയത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇതിൻ്റെ കളറ് ഇതുപോലെ മാറി വരുമ്പം ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് കണ്ടിന്യൂസ് ആയിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇതാ ഇപ്പോൾ സവാള നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇതും കോരി മാറ്റാം. ഇതും ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഒന്ന് നിരത്തി ഇട്ട് കൊടുക്കാം. പെട്ടെന്ന് ഇത് ചൂടാറി നല്ല ക്രിസ്പി ആവാൻ വേണ്ടിയാണ് ഇങ്ങനെ നിരത്തി ഇട്ട് കൊടുക്കുന്നത്. ഇനി ആ സവാള വറുത്ത സെയിം പാനിൽ ആ സെയിം ഓയിലിൽ നമുക്ക് ഒരു 3 വലിയ സവാളയും കൂടി ഒന്ന് വഴറ്റിയെടുക്കാം. മീഡിയം സൈസ് സവാളയാണെങ്കിൽ ഒരു 4-4.5 സവാള വേണ്ടി വരും. ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. സവാള അത്യാവശ്യം നന്നായിട്ട് തന്നെ നമുക്ക് വാടി കിട്ടണം. അപ്പോൾ ആ സമയത്ത് നമുക്ക് ഇതിന് വേണ്ടിയുള്ള ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും ഒന്ന് ചതച്ചെടുക്കാം. അപ്പോൾ മിക്സിയുടെ ഒരു ജാറിലേക്ക് നമുക്ക് 2 കുടം വെളുത്തുള്ളി, അതായത് 2 ബൾബ് വെളുത്തുള്ളി മുഴുവനും വേണം. ചെറിയ വെളുത്തുള്ളി ആണെങ്കിലാണ് 2 എണ്ണം വേണ്ടത്, അല്ലെങ്കിൽ 1 എണ്ണം മതിയാകും. എന്നിട്ട് 2 കഷ്ണം ഇഞ്ചിയും കൂടെ ഇതിനകത്ത് കട്ട് ചെയ്തിട്ട് കൊടുക്കാം. ഇനി നമുക്ക് വേണ്ട എരിവിനനുസരിച്ചുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 10 പച്ചമുളക് എടുത്തിട്ടുണ്ട്. നല്ല എരിവുള്ള പച്ചമുളകാണ്. ഇതെല്ലാം നന്നായിട്ടൊന്ന് ചതച്ചെടുക്കാം ഇതുപോലെ. എന്നിട്ട് ആ സവാളയിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. സവാളയുടെ കളറ് ചെറുതായിട്ട് മാറി വന്നപ്പോഴാണ് കേട്ടോ നമ്മൾ ഈ പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ട് കൊടുത്തത്. ഇനി ഇതും നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇതിൻ്റെ കളറും ഒന്ന് ചെറുതായിട്ട് മാറുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റണം. ഇതിൽ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നമുക്ക് ഇതെല്ലാം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടി ഞാൻ ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് കേട്ടോ വെച്ചിരിക്കുന്നത്. നോൺ സ്റ്റിക്കിൻ്റെ പാത്രമായത് കാരണം ഇടയ്ക്കിടയ്ക്കാണ് ഞാൻ ഇളക്കി കൊടുത്തത്. ഒരുവിധം നന്നായിട്ട് കളറ് മാറിയപ്പോഴാണ് 2 തക്കാളി ഇതിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി തക്കാളി ഒന്ന് പെട്ടെന്ന് സോഫ്റ്റായി കിട്ടാൻ നമുക്കിതൊന്ന് മൂടി വയ്ക്കാം. ഒരു 2 മിനിറ്റ് ഒന്ന് മൂടി വയ്ക്കാം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട്. എന്നിട്ട് മൂടി മാറ്റിയിട്ട് ഒന്നും കൂടെ നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. അപ്പോൾ തക്കാളി നന്നായിട്ടൊന്ന് ആ സ്പാച്ചുല കൊണ്ടൊന്ന് ഉടച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് ഇതെല്ലാം കൂടി വഴറ്റിയെടുക്കാം. കുറച്ചും കൂടെ കറിവേപ്പില ഇട്ടിട്ട് നമുക്ക് ഒന്നും കൂടെ വഴറ്റിയെടുക്കാം. തക്കാളി നന്നായിട്ട് ഉടഞ്ഞ് നന്നായിട്ട് മിക്സ് ആകുന്നത് വരെ നമുക്ക് വഴറ്റിയെടുക്കാം. എന്നിട്ട് ഇതിനകത്തേക്ക് നമുക്ക് ഒരു പിടി കട്ട് ചെയ്ത മല്ലിയില ചേർത്ത് കൊടുക്കാം. കുറച്ച് പുതിനയിലയും കൂടി ചേർത്ത് കൊടുത്തിട്ട് എല്ലാം കൂടി നന്നായിട്ട് ഒന്നും കൂടെ വഴറ്റിയെടുക്കാം. ഏതാണ്ട് 1 മിനിറ്റും കൂടെ വഴറ്റിയതിന് ശേഷം നമുക്ക് ഇതിനകത്തേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കണം. അധികം മസാലപ്പൊടികളൊന്നും ബിരിയാണിയിലേക്ക് ചേർക്കാറില്ല. മഞ്ഞൾപ്പൊടിയും ഗരം മസാലപ്പൊടിയും തന്നെയാണ് ഇതിനകത്തേക്ക് ഇനിയും ചേർക്കേണ്ടത് കേട്ടോ. അപ്പോൾ 3/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 3/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയെടുക്കാം. ഒരു 1/2 മിനിറ്റ് മാത്രം ഒന്ന് ചൂടാക്കിയെടുത്താൽ മതി. എന്നിട്ട് ഇതിനകത്തേക്ക് നമുക്ക് കുറച്ച് നാരങ്ങ നീരാണ് പിഴിഞ്ഞ് ചേർക്കേണ്ടത്. അപ്പോൾ ഒരു ചെറിയ നാരങ്ങയുടെ പകുതി കട്ട് ചെയ്തിട്ട് അതിൻ്റെ നീരാണ് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ കുരുവൊന്നും ഇല്ലാണ്ട് നാരങ്ങ ഇതിനകത്തേക്ക് പിഴിഞ്ഞ് ചേർത്തിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് നമുക്ക് 1/4 കപ്പ് തൈരും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ആ വേവിച്ച് വെച്ച ബീഫ് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം.
അപ്പോൾ ഇതുവരെ ഈ വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായും ഒരു ലൈക്ക് കൊടുത്തേക്കണം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തതിന് സപ്പോർട്ടും കൂടി ചെയ്തേക്കണേ. മാത്രമല്ല ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസും കണ്ട് റെസിപ്പീസ് എല്ലാം ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക് എന്നെ അറിയിക്കണേ. ഇനി ഇതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഉപ്പിൻ്റെ കുറവുണ്ടെങ്കിൽ ഉപ്പെല്ലാം ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് അടച്ച് മൂടി ഒരു 4-5 മിനിറ്റും കൂടെ ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ബീഫിലേക്ക് ഇതിൻ്റെ മസാല എല്ലാം നന്നായിട്ട് പിടിക്കും. നല്ല അതിൻ്റെ ഒരു സ്മെല്ലും ടേസ്റ്റൊക്കെ ബീഫിലേക്ക് പിടിക്കാൻ വേണ്ടിയാണ് കേട്ടോ ഇത്. അപ്പം നമ്മൾ ബീഫ് വേവിച്ച് വെള്ളമുള്ളത് കൊണ്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ 5 മിനിറ്റ് മൂടി വെച്ചിട്ടാണ് നമ്മൾ കുക്ക് ചെയ്തെടുത്തത്. അപ്പോൾ വെള്ളമൊക്കെ കുറച്ച് വെള്ളം ഉണ്ടായിരുന്നുള്ളൂ, അത് പെട്ടെന്ന് വറ്റി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് നമുക്ക് ഒരു ചേരുവയും കൂടി ചേർക്കാനുണ്ട്. നമ്മൾ ആദ്യം ഫ്രൈ ചെയ്ത് മാറ്റിയ സവാളയില്ലേ, അതിൽ നിന്നും ഒരു 1/4 ഭാഗം എടുത്തിട്ട് കൈ വെച്ചൊന്ന് ക്രഷ് ചെയ്തിട്ട് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം അടച്ചു മൂടി നമുക്കിത് മാറ്റി വയ്ക്കാം. ഇപ്പം ഫ്ലെയിം ഓഫ് ചെയ്തിട്ടില്ല. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് അടച്ചു മൂടി ഇതവിടെ വയ്ക്കാം. ഒരു 5 മിനിറ്റ് വെച്ചാൽ മതി. പക്ഷെ നമ്മൾ റൈസ് വെച്ചിട്ടില്ലല്ലോ, അപ്പോൾ റൈസ് വേകുന്ന സമയം വരെ അതവിടെ ഇരിക്കട്ടെ. നമ്മൾ സാധാരണ ബിരിയാണി വെക്കുമ്പം ഒരടുപ്പിൽ മസാല തയ്യാറാക്കും, മറ്റേ അടുപ്പിൽ നമ്മൾ റൈസും വേവിക്കാറുണ്ട്. അപ്പോൾ ഏതാണ്ട് സമയം കുറച്ച് മതി നമ്മുടെ ബിരിയാണി റെഡി ആവാനായിട്ട്. ഇതിപ്പോൾ ഇങ്ങനെ കാണിക്കുന്നത് നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഇല്ലാതിരിക്കാനാണ് കേട്ടോ. നമ്മൾ ക്യാമറ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി കൊണ്ടുവരുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പം കൺഫ്യൂഷൻ ഉണ്ടാകും. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ ആദ്യം മസാല തയ്യാറാക്കിയിട്ട് പിന്നെ നമ്മൾ റൈസ് തയ്യാറാക്കുന്നത്. പിന്നെ അതുമല്ല ഈ റൈസ് കഴുകിയിട്ട് ഒട്ടും തന്നെ സോക്ക് ചെയ്യാൻ വയ്ക്കുന്നില്ല. നമ്മൾ ഫ്രൈ ചെയ്തിട്ട് ഉടനെ തന്നെ നെയ്ച്ചോറ് ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് വേണ്ട റൈസ് ഒരു പാത്രത്തിലേക്ക് അളന്ന് വയ്ക്കാം. ഞാനിവിടെ കൈമ റൈസ് എടുത്തിരിക്കുന്നത് 4 കപ്പ് എടുക്കുന്നുണ്ട്, ഏതാണ്ട് 1 കിലോളം വരും. ഇനി വേറൊരു പാത്രത്തിലേക്ക് നമുക്ക് ചോറ് വയ്ക്കാൻ വേണ്ട വെള്ളം തിളപ്പിക്കാൻ വയ്ക്കണം. അപ്പോൾ അതും അളന്നെടുക്കണം. അപ്പോൾ 1 കപ്പ് റൈസിന് നമ്മൾ 1.25 കപ്പ് വെള്ളമാണ് അളന്നെടുക്കുന്നത്. അപ്പോൾ ഏതാണ്ട് 7 കപ്പ് വെള്ളമാണ് നമുക്ക് റൈസ് വേവിക്കാനായിട്ട് ആവശ്യം. റൈസ് കപ്പളവിലെടുക്കണമെന്നില്ല. നമ്മൾ ഏത് പാത്രത്തിലാണോ നിറച്ച് റൈസ് അളന്നെടുക്കുന്നത് ആ പാത്രത്തിൽ 1.25 പാത്രം വെള്ളം എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ റൈസ് നന്നായിട്ട് നമുക്ക് വെന്ത് കിട്ടും. അപ്പോൾ നമ്മൾ നെയ്ച്ചോറ് വയ്ക്കാനുള്ള വെള്ളമൊക്കെ അളന്നെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ അരി നന്നായിട്ടൊന്ന് കഴുകിയിട്ട് വരാം. അപ്പോൾ അത് അരിയെല്ലാം നന്നായിട്ട് കഴുകിയിട്ട് വെള്ളമൊക്കെ നന്നായിട്ട് ഊറ്റി കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചോറ് വയ്ക്കാനുള്ള വെള്ളം ഒന്ന് തിളപ്പിക്കാൻ വയ്ക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി. ഈ വെള്ളം തിളക്കുന്ന സമയത്ത് നമുക്ക് റൈസ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഒരു ബിരിയാണി പോട്ട് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇതിനകത്തേക്ക് നമുക്കൊരു 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ട് ഒരു 3/4 ടേബിൾ സ്പൂൺ നെയ്യും കൂടി ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് 2 കറുകയിൽ ഇട്ട് കൊടുക്കാം. മുറിഞ്ഞ പീസായതാണാണ് ഞാൻ 3 ഇട്ട് കൊടുത്തത്. ഇനി 2 കഷ്ണം കറുകപ്പട്ട, ഒരു 3-4 കറയാമ്പൂ, 1 ടീസ്പൂൺ കുരുമുളക്, ഇനി 4-5 ഏലക്കയും കൂടി ഇട്ടിട്ട് നമ്മൾ ആ കഴുകി വാരി വെച്ച അരി ഒന്നിട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് 2 മിനിറ്റ് ഒന്ന് വഴറ്റിയതിന് ശേഷം ഫ്ലെയിം ഒന്ന് കുറച്ച് വയ്ക്കാം. അതായത് മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കിയിട്ട് നമുക്കൊരു 2-3 മിനിറ്റും കൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു ചെറിയൊരു സൗണ്ട് റൈസ് ഇങ്ങനെ ഇളക്കുമ്പം ചെറിയൊരു സൗണ്ട് കേൾക്കുമല്ലോ, ആ സമയം വരെ നമുക്കൊന്ന് ഫ്രൈ ചെയ്യാം. ഒരു 5-6 മിനിറ്റ് നമുക്ക് ഫ്രൈ ചെയ്താൽ മതിയാകും. കൈ വിടാതെ തന്നെ ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ. ഇത് ഇളക്കുമ്പോൾ നമുക്കറിയാൻ പറ്റും റൈസ് പാകമായാന്ന്. ചെറിയ ഇത് ഒരയുന്ന സൗണ്ട് കേൾക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് ഇനി ആ തിളപ്പിക്കാൻ വെച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമ്മൾ റൈസ് വേവിക്കാൻ വേണ്ടി തിളപ്പിക്കാൻ വെച്ച വെള്ളമാണത്. ഇനി ഇതിനകത്തേക്ക് റൈസിന് ആവശ്യമായ ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. അപ്പം ഉപ്പ് ടേസ്റ്റ് ചെയ്യുമ്പം കുറച്ച് ഉപ്പ് കൂടി നിന്നാലേ റൈസിന് പാകത്തിന് ഉപ്പുണ്ടാകുള്ളൂ കേട്ടോ. അപ്പം നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഉപ്പിൻ്റെ പോരായ്ക ഉണ്ടെങ്കിൽ അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇത് അടച്ച് മൂടി ഒന്ന് വേവിച്ചെടുക്കാം. അപ്പം ഇത് അടച്ചു മൂടിയതിന് ശേഷം നന്നായിട്ട് വെട്ടിത്തിളച്ചതിന് ശേഷം നമുക്ക് ഫ്ലെയിം ലോ ഫ്ലെയിമിലേക്ക് ആക്കണം. വളരെ കുറച്ച് വയ്ക്കണം. എന്നിട്ട് ആ ലോ ഫ്ലെയിമിൽ കിടന്ന് വേണം റൈസ് വേകാനായിട്ട്. നമ്മൾ ഫ്രൈ ചെയ്ത റൈസ് ആയതുകൊണ്ട് വേകാൻ കുറച്ച് താമസം വരും. ടൈം എടുക്കില്ല, പക്ഷേ സ്ലോയിൽ കിടന്നിട്ട് ചെറിയ തീയിൽ കിടന്നിട്ട് വേണം ഇത് വേവിച്ചെടുക്കാൻ. എന്നാലേ കറക്റ്റായിട്ട് പാകത്തിന് നമുക്ക് വെന്ത് കിട്ടുള്ളൂ. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു 5-8 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും ലോ ഫ്ലെയിമിൽ ഒരു 5-8 മിനിറ്റ് വെച്ചതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഒന്ന് തുറന്ന് നോക്കാം വെള്ളം വറ്റിയോന്ന്. ഇപ്പം ഏതാണ്ട് വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് മാറ്റി വയ്ക്കാം. ഇനി നമുക്കിത് ദം ഇടാനുള്ളതാണ്.
അപ്പോൾ ദം ചെയ്യാൻ നേരത്ത് വീണ്ടും റൈസ് എടുത്തൊന്ന് ഇളക്കി വെക്കണം. പെട്ടെന്ന് ഇതുപോലെ ഇങ്ങനെ കട്ട പിടിച്ച് പോകും. അപ്പോൾ ഒന്നും കൂടെ ഇളക്കിയതിന് ശേഷം നമുക്ക് മസാല ഇട്ട് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ വേറെ പാത്രത്തിൽ ദം ചെയ്യാം. ഞാൻ ഇതിനകത്ത് തന്നെയുണ്ട് ദം ചെയ്യുന്നത്. അപ്പോൾ റൈസ് എല്ലാം ഒന്ന് ഉടച്ചെടുത്തിട്ട് സൈഡിലേക്കൊന്ന് മാറ്റിയിട്ട് ഇതിൻ്റെ അടിയിലാണ് നമ്മൾ മസാല ഇട്ട് കൊടുക്കുന്നത്. ഓരോ സൈഡിൽ നിന്ന് ഇങ്ങനെ നീക്കിയിട്ട് മസാല ഇട്ടിട്ട് ആ മസാലയുടെ മുകളിൽ റൈസ് ഇട്ടിട്ട് മറ്റേ സൈഡിൽ നിന്നും ഇപ്പുറത്തെ സൈഡിൽ നിന്നും കുറച്ച് റൈസ് മാറ്റിയിട്ട് മസാല വെച്ചിട്ട് അതിൻ്റെ മുകളിലേക്ക് വീണ്ടും റൈസ് ഇട്ടിട്ടാണ് ദം ചെയ്യാൻ വെക്കുന്നത് കേട്ടോ. അതായത് ഇങ്ങനെ നമ്മൾ മസാല വെച്ച പാത്രം കുറച്ച് വലുതാണെങ്കിൽ അതിൻ്റെ മുകളിൽ റൈസ് ഇട്ട് കൊടുത്താൽ മതി. പക്ഷേ ഞാൻ വെച്ച പാത്രം കുറച്ച് ചെറുതായത് കൊണ്ടാണ് ഈ റൈസ് വെച്ച പാത്രത്തിൻ്റെ അടിയിലേക്ക് നമ്മൾ മസാലയെല്ലാം ഇട്ട് കൊടുത്തത്. ഇവിടെ ഒരു ദോശക്കല്ല് മീഡിയം ഫ്ലെയിമിൽ 5 മിനിറ്റ് ഞാൻ ചൂടാക്കി വെച്ചിട്ടുണ്ട്. ഇനി ആ ഫ്ലെയിം ഒന്ന് കുറച്ച് വയ്ക്കാം, ലോ ഫ്ലെയിമിലേക്ക് ആക്കാം. എന്നിട്ട് ആ ബിരിയാണി പോട്ട് എടുത്ത് വെച്ചിട്ട് ഇതിനകത്തേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. കുറച്ച് മല്ലിയില വിതറി കൊടുക്കാം. നമ്മൾ ഫ്രൈ ചെയ്ത സവാളയും വിതറി കൊടുത്ത് ആ അണ്ടിപ്പരിപ്പും കിസ്മിസും വിതറി കൊടുക്കാം. എന്നിട്ട് നമുക്ക് വേണമെങ്കിൽ ഒരു ഫോയിൽ പേപ്പർ വെച്ച് കവർ ചെയ്തിട്ട് ഇതിൻ്റെ മൂടി അതിൻ്റെ മുകളിൽ വെച്ച് കൊടുത്തിട്ട് നമുക്കിത് ദം ചെയ്യാൻ വയ്ക്കാം. ഫ്ലെയിം വല്ലാണ്ട് സിമ്മിൽ വെക്കാൻ പറ്റിയ സ്റ്റൗ ആണെങ്കിൽ ഇതുപോലെ ദോശക്കല്ല് വയ്ക്കേണ്ട ആവശ്യമില്ല കേട്ടോ. നമുക്ക് സിമ്മിൽ വെച്ചിട്ട് ദം ചെയ്തെടുത്താൽ മതി. ഇതിപ്പം 10 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ദം ചെയ്തെടുത്തിട്ടുണ്ട്. ഫോയിൽ പേപ്പർ വെച്ചിട്ട് കവർ ചെയ്തിട്ട് ദം ചെയ്യണമെന്നൊരു നിർബന്ധമില്ല കേട്ടോ. ഫ്ലാറ്റായ ഒരു മൂടി വെച്ചിട്ട് അതിൻ്റെ മുകളിൽ എന്തെങ്കിലും വെയിറ്റ് കൊണ്ടുവന്ന് വെച്ചിട്ട് കുറച്ച് ഒരു 10 മിനിറ്റോളം ദം ചെയ്താൽ മതിയാവും. അപ്പോൾ നല്ല അടിപൊളി നല്ല ടേസ്റ്റി ബിരിയാണി റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ മസാല കണ്ടതല്ലേ, നല്ല ടേസ്റ്റി ബിരിയാണിയാണ്. അപ്പോൾ തീർച്ചയായും നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഇത് നമുക്ക് നല്ല ചൂടോടുകൂടി തന്നെ സെർവ് ചെയ്യാം. മസാല കണ്ട പോലെ തന്നെ നല്ല അടിപൊളി ടേസ്റ്റുമാണ് കേട്ടോ. അപ്പോൾ തീർച്ചയായും നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും തീർച്ചയായും കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ. ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കൊന്ന് ഷെയറും കൂടെ ചെയ്തേക്കണേ. താങ്ക്